തെറ്റില്ല തെറ്റില്ല തെറ്റില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. UPSC പ്രിലിംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബില്ലുകൾ ലാപ്സ് ആവും എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എ ബിൽ പെൻഡിംഗ് ബിഫോർ ദ ലോക്സഭ ലാപ്സ് ആവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എ ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ബട്ട് പെൻഡിംഗ് ബിഫോർ ദ രാജ്യസഭ ലാപ്സ് ആവും എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രസിഡന്റ് ജോയിന്റ് സിറ്റിക്ക് അനൗൺസ് ചെയ്ത ബില്ല് ലാപ്സ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏത് ബില്ലാണെന്നുണ്ടെങ്കിലും ആ ബില്ല് ലോക്സഭയുടെ മുന്നിൽ പെൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആവും. അതേപോലെ തന്നെ ഒരു ബില്ല് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ലോക്സഭയാണ്, അത് വേറൊരു സഭയുടെ മുന്നിൽ പെൻഡിംഗ് ആണെന്നുണ്ടെങ്കിലും ആ ബില്ലുകളെല്ലാം എന്ത് ചെയ്യും, ലാപ്സ് ആവും എന്നുള്ളതാണ്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ എന്തായാലും വരുന്നില്ല. 1ഉം 2ഉം ശരിയായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 and 2 എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് സമൻ ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രസിഡന്റിനായിരിക്കും അപ്പർ ഹാൻഡ്. സോ ആ ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാപ്സ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് എലിമിനേഷൻ ടെക്നിക്സുകൾക്ക് വേണ്ടി ഫോളോ ചെയ്ത് വെക്കുക.